ഞങ്ങള് സാധാരണക്കാരികളായിട്ടുള്ള എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, ഇനി ഓള് ബിടെക് അല്ലേ, ഓൾക്ക് പറ്റും, ഞാൻ പഴയ 10ാം ക്ലാസ് ആണ് എനിക്ക് പറ്റൂല എന്ന് വിചാരിക്കേണ്ട. എന്റെ ടീമിലൊക്കെ ഉള്ള ഒരുവിധം എല്ലാവരും അങ്ങനെയുള്ള ആളുകൾ, എന്റെ ലീഡേഴ്സ് ആയാലും അസോസിയേറ്റ്സ് ആയാലും. അപ്പൊ അതിലൊന്നും കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കാൻ റെഡിയാണോ, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ, എനിക്ക് രക്ഷപ്പെടണോ, എന്റെ കയ്യിൽ ഞാൻ എന്റേതായ 10 രൂപ വേണം, അതല്ല എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മനസ്സിലാവും ചെറിയ വരുമാനമല്ല, ഇത് വലിയൊരു ഫ്യൂച്ചറുള്ള ഒരു സ്കോപ്പുള്ള കടലിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടുന്ന് സ്പൂൺ കൊണ്ട് കോരിയെടുക്കുകയും ചെയ്യാം, ബക്കറ്റും മറ്റേ മഗ്ഗൊക്കെ വെച്ചിട്ട് എടുക്കുക, അതല്ലെങ്കിൽ മോട്ടർ വെച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മോട്ടർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഇവിടെ വന്ന് നമ്മളൊരു ടീം കോർഡിനേറ്റർ ആകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യില്ലേ, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലെ നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബേസിക്കലി ഞാനൊരു ബിടെക് എഞ്ചിനീയർ ആണ്. അപ്പം ഈ ബിസിനസ്സിലോട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാന് ബിടെക് കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ജാവന്റെ ഒരു കോഴ്സൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പോ പ്രഗ്നന്റ് ആയപ്പോ ഭയങ്കര സിക്നെസ്സും വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ നോക്കുന്ന സമയത്താണ്, മോന് 2 വയസ്സായി. ജോലിക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് കോവിഡ് വന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ലോക്കായി. അങ്ങനെ കോവിഡ് കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടാമത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആയി. അപ്പൊ വീണ്ടും ഞാൻ ലോക്കായി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് സത്യമായിട്ട് എത്തിപ്പെട്ട്. അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ അപ്ലയൻസ് ആയിട്ടുള്ള മാലതി മേഡും അസ്മാബി മേഡും എന്റെ വീട്ടിൽ വന്നതാ. അപ്പം വീട്ടിൽ വന്നിട്ട് ഉമ്മാക്ക് 95 ഒക്കെ കൊടുക്കും. ഉമ്മനെ ഇവര് റൂട്ടിൽ നിന്ന് കണ്ടു. അപ്പൊ ഉമ്മനെ കണ്ടവർക്ക് ടയേർഡായി തോന്നിയപ്പോ 95 ഒക്കെ കൊടുത്തു നോക്കാം. പിന്നെ വാപ്പ ആയുർവേദിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാ. വാപ്പ ഹോമിയോ പ്രാക്ടീഷണർ ആണ്. ആയുർവേദമായിട്ടും ഈ നല്ല ചികിത്സ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വാപ്പനെ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചാണ് വന്നത്. അങ്ങനെ വീട്ടിലെത്തി പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഉള്ളിൽ റെസ്റ്റ് ചെയ്യുന്ന ഞാൻ പുറത്തേക്ക് വന്ന് ഞാനിത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആളെന്ന് പറയുന്നത്. അപ്പൊ ഈ മാലതിമയുടെ ഈ പ്ലാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എനിക്കതിൽ എന്തോ ഒരു ഹൈലൈറ്റ് തോന്നി. എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടം. ലെഫ്റ്റിലും റൈറ്റിലും 2 ടീമിനെ മാത്രം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് ലൈഫ് സെറ്റ് ആവും, അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്നുള്ള ലെവലിൽ ഞാനൊന്ന് ചിന്തിച്ചു. അപ്പൊ ഇത് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ 2 ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പറഞ്ഞ സമയത്ത് അത് ആർക്കും പറ്റുന്ന കാര്യമാണ്, നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ് എന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ആ പ്ലാനിൽ എനിക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ ബിസിനസ്സിലോട്ട് എത്തിപ്പെട്ടത്. അല്ലാണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടോ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടോ ഒന്നല്ല. പക്ഷെ എന്റെ അയൽവാസിയായിട്ടുള്ള ഒരു മാഡത്തിന് സൈക്ലോവിൻ മെൻകമ്പാനിനും കഴിച്ചിട്ട് സിസ്റ്റ് എന്തോ പോയ ഒരു റിസൾട്ടും ഉണ്ട്. അപ്പൊ അവരെയും കൂട്ടിയാണ് വന്നത്. അങ്ങനെ ഈ അവര് ഈ സിസ്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ വുമൻ കമ്പാനിൻ സൈക്ലോവി ഒക്കെ കുറെ കാലമായിട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ വാങ്ങുന്ന ഒരാളല്ലേ, അപ്പൊ ഈ കുട്ടി എന്തെങ്കിലും വാങ്ങിയാല് ഒരു കൂടി ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, അസ്മാൻ മാഡം എന്നെ അവരുടെ വീക്ക് സൈഡിൽ കൊണ്ടുപോയി ഐഡിയ അടിച്ചു കൊടുത്തു. പക്ഷെ ഈ മാഡം ആ റിസൾട്ട് കിട്ടിയെന്നല്ലാണ്ട് അവർക്ക് ബിസിനസ്സിനോട് യാതൊരു താല്പര്യവും ഇല്ല, വീട്ടിൽ നിന്ന് വിടുകയില്ല. അപ്പൊ അവര് ബിസിനസ്സിനായിട്ട് ഇറങ്ങിയില്ല. അപ്പൊ ഞാൻ ഇവരെ വീക്ക് സൈഡിൽ നിന്ന് 2 ഭാഗം ഇതിങ്ങനെ വീട്ടിലിരുന്നോടത്ത് ഞാൻ വീട്ടിലല്ലേ ഉള്ളത് എനിക്ക്. അപ്പൊ മോൻക്ക് 40 ദിവസം പ്രായ സമയത്താണ് ഒരു എന്നെ വന്ന് കാണുന്നത്. അപ്പൊ ഞാൻ വെറുതെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മോന് വലുതായിട്ട് എനിക്ക് എന്തായാലും ഇപ്പൊ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലോട്ട് പോകാനാവുള്ളൂ, അപ്പൊ അതുവരെ ടൈം പാസ് ആയിട്ട് ഒരു പരിപാടി നോക്കാം എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കല്ലേ, ടൈം വേസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ടാണ് ശരിക്കും ഏറ്റെടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരൊറ്റ വിചാരത്തിലല്ലേ, അത്രേ വിചാരിക്കുള്ളൂ. ഇതിന്റെ ഫ്യൂച്ചറോ ഇതിന്റെ സാധ്യതകളോ അതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഓരോ വീക്ക് സൈഡിൽ നിന്ന് ഞാനിതിങ്ങനെ 2 ഭാഗത്തും അന്ന് സുബീ സാറിന്റെ ടോട്ടൽ ടീമിന് ഒരു യൂടാപ്പ് വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരാഴ്ച 7,500 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ള ആളുകൾക്ക് ഒരു കിട്ടുന്ന ഒരു പോസ്റ്ററാണ് യൂടാപ്പ് വിന്നർ. അതേപോലെ അത് 10,000, 12,500 അങ്ങനെ 3-4 ക്രൈറ്റീരിയ ഉണ്ട്.
അപ്പൊ ഈ ടാബ് വിന്നർ ആവാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ ആഴ്ച ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അപ്പൊ എനിക്ക് ഇൻകം വരിക. അപ്പൊ ഒരാഴ്ച ഒരു ഭാഗത്ത് പർച്ചേസ് നടന്ന അടുത്ത ആഴ്ച അടുത്ത ഭാഗത്ത് അങ്ങനെ. പിന്നെ ഞാൻ എന്റെ ഫാമിലിനെയും ഫ്രണ്ട്സിനും ഒക്കെ ഈ മാലതി മാഡത്തിനും അസ്മാ മാഡത്തിനും പരിചയപ്പെടുത്തി കൊടുക്കും. അവര് പോയി മീറ്റിംഗ് വെക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനില്ലാതെ തന്നെ അവർ എത്രയോ എനിക്കും വേണ്ടി ഹോം മീറ്റിംഗ് ഒക്കെ അന്നത്തെ കാലത്ത് നടത്തി തന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ലീഡേഴ്സിന്റെ കൂടെ ആയതുകൊണ്ട് അന്ന് അങ്ങനെ അവര് എനിക്കും വേണ്ടി ഹോം മീറ്റിംഗ് ഒക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഞാൻ സ്റ്റാർ റാങ്ക് കഴിഞ്ഞ് റൂബി ആവാനായപ്പോ ആണ് സുബി സാർ എന്നെ എപ്പോഴോ എന്തിനോ വേണ്ടി അസ്മാ മാഡത്തിന്റെ ട്രീ പരിശോധിക്കുന്നത്. ആ സമയത്താണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരാള് വീക്ക് സൈഡിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങും എത്തുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. സപ്പോർട്ട് ചെയ്യാൻ അത്രേ പറ്റുന്നുള്ളൂ ഇവർക്ക് എന്നുള്ളത്. അങ്ങനെ അന്ന് സുബൈ സാറ് എന്റെ ഐഡി ഒന്ന് റീപ്ലേസ് ചെയ്തു. കോമൺ പവറിലോട്ട് ഐഡി മാറ്റി. അത് 2022 ഓഗസ്റ്റിലാണ്. ഈ അടുത്ത ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഈ ഐഡി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷവും. അതേ സമയം കൊണ്ട് സ്ലോ ആണ് ST സ്റ്റേറ്റിലും. എന്നാലും കുട്ടികളൊക്കെ വെച്ച് എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഉള്ള സാഹചര്യം കുറവൊക്കെ ഉണ്ട്. കാരണം മക്കളെ നോക്കാനൊക്കെ ഉള്ള അവിടെ നോക്കാന് ആളില്ല. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം മറികടന്നിട്ടാണ് ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇന്ന് ഇപ്പോ 6 മാസത്തോളായി STC എന്ന് പറഞ്ഞ റാങ്കിലെത്തി. ഇതാണ് ഈ ബിസിനസ്സിലോട്ട് വന്ന എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാണ്ട് ഒരുപാട് എന്താ പറയാ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വേറെ ഒരു പ്രൈവറ്റ് ഫേമിൽ അങ്ങനൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ക്വാളിഫൈഡ് ആണ് എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ലീഡർ പറഞ്ഞൊരു കഥ ഉണ്ട്. ഒരിക്കലും ഒരു ഡയറക്ട് സെല്ലിങ്ങിൽ വന്നിട്ടുള്ള ഒരു ലീഡർ അന്നത്തെ സീലിംഗ് ആയിട്ടുള്ള 1,30,000 വാങ്ങിച്ചോലെ. അപ്പൊ ഇത് വാങ്ങിച്ച് വീട്ടിൽ ചെന്നപ്പോ അമ്മ ചോദിച്ചോലെ, ഇനിയെങ്കിലും നിങ്ങക്ക് പഠിച്ച പണിക്ക് പോയി കൂടെ. അതൊരു വാക്കാണ് ഇന്നും ഞാനും കേട്ടോണ്ടിരിക്കുന്നത്. പഠിച്ച പണിക്ക് എന്താ എല്ലാരെയും മനസ്സിൽ എന്താന്ന് എനിക്കറിയില്ല. ഈ പഠിച്ച പണിക്ക് പോകുന്നതില് പഠിച്ച പണിക്ക് പോവാന്ന് പറയുന്നത് കാണുന്നവർക്ക് എഞ്ചിനീയർ ആണ്, ഇപ്പൊ എന്താ ഓളെന്തോ കച്ചവടം ചെയ്യുന്നു അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷെ എങ്കിലും അതിന്റെ ആ ഒരു കമ്പാരിസൺ എനിക്ക് മാത്രമേ അറിയൂ. എന്ന് വെച്ചാല് ഞാനിപ്പോ പഠിച്ച പണിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഈ സൈബർ പാർക്കിലാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അന്ന് സ്റ്റാർട്ടിങ് സാലറി 15,000 പറഞ്ഞെങ്കിലും ഇന്ന് അവിടെ 25,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ 1,00,000 മേലോട്ടൊന്നും സാലറി ഇന്ന് അവിടെ ഇപ്പോഴും അങ്ങനെയൊന്നും ആർക്കും ഇവിടെ കൊടുക്കുന്നില്ല. കോഴിക്കോട് മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു 4-5 വർഷം ഇവിടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും ഒരുപാടുള്ള 1,00,000 താഴെ അല്ലാണ്ട് അതിന്റെ മുകളിലേക്കുള്ള ഒരു സാലറിക്കുള്ള ഒരു ഇത് ഇപ്പോഴും ഇവിടെ ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ 4-5 വർഷം കൊണ്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആഴ്ചയിൽ 2,10,000 തരാന്നൊരു കമ്പനി പറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് ശ്രമിക്കണ്ടേ? അപ്പൊ ഞാൻ ചെയ്യുന്നതല്ലേ ശരി? അല്ലാതെ എല്ലാരും പറയുന്ന പോലെ പഠിച്ച പണിക്ക് പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത് നമ്മൾ പോകുമ്പം കിട്ടും, എന്ന് നിൽക്കുന്നോ അപ്പം നിൽക്കും. ഈ കാര്യം ആരും കൂടി തിരിച്ചറിയുന്നില്ല. അപ്പോ പോകുന്ന സമയത്ത് സാലറി കിട്ടി നമ്മൾ എപ്പോ ജോലി നിർത്തുന്നോ അല്ലെങ്കിൽ നമ്മൾ എപ്പോ ലീവ് എടുക്കുന്നോ അപ്പൊ നമ്മൾ സാലറി നിൽക്കും. അതാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാല്. അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലായി ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ കമ്പനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലീവ് എടുക്കേണ്ടി വന്നിട്ട് ഒരു ലോങ് ലീവ് ആയാലും നമുക്ക് ആഴ്ചയിൽ കിട്ടും. നമ്മുടെ ടീമിൽ എത്രത്തോളം ബിസിനസ് നടക്കുന്നോ അതിന്റെ 12% എന്തായാലും നമ്മുടെ കമ്പനി നമുക്ക് തരും. ആ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയും വരുമാനം വാരിക്കോരി തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത് ഭാഗ്യം കൊണ്ട്. അത് നമ്മളെല്ലാവരും ഒരു ഭാഗ്യമാണ്. കാരണം ഭാഗ്യമുള്ളവരെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നുള്ളൂ. അല്ലാണ്ട് എത്ര ആൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കംപ്രഷൻ ടൈമിൽ നമുക്ക് ഓരോരുത്തരെയും താഴ്ന്ന എത്ര ഐഡികൾ മിസ്സായിട്ടുണ്ടാവും അല്ലേ? കാരണം ആ ഒരു ഭാഗ്യം ഉണ്ടാവില്ല, അതുകൊണ്ടാ. പക്ഷെ എന്നാലും ആ കംപ്രസ് ആയ സമയത്ത് ഐഡി പോയ ആളുകളോട് ഒന്നുകൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ചിലരെങ്കിലും ഒന്നുകൂടെ ഐഡി അടിച്ച് നമ്മുടെ ഗ്രോത്ത് കണ്ടിട്ടെങ്കിലും വരുന്നവരുണ്ടാവും.
പിന്നെന്ന് പറഞ്ഞാല് ഇതായിരുന്നു എന്റെ ഈ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എന്റെ ഈ വലിയ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ബിസിനസ്സിൽ എനിക്ക് വേഗത്തിൽ പോണം അല്ലെ എവിടെങ്കിലും പെട്ടെന്ന് എത്തണം എന്നുള്ള ആ ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കുന്നത് ആളുകളിൽ ആ ചോദ്യമാണ് കേട്ടോ. ഇനിയും പഠിച്ച പണിക്ക് ഇനിയും പോകുന്നില്ലേ, എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണ്ടേ, ഇതിങ്ങനെ വിറ്റ് നടന്നാൽ മതി. ഓരോ വിചാരം ഞാൻ എന്തോ വിൽക്കാൻ പോകാന്നിട്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ തൂക്കി പിടിച്ച് വിൽക്കുന്നതിനോട് ഞാനൊരു പ്രൊമോട്ട് ചെയ്യാറില്ല അതില്. കാരണം അത് നമ്മളെ ബിസിനസിനെയും നമ്മളെ പ്രൊഡക്റ്റിനെയും ഒക്കെ ആളുകൾ കുറച്ച് കാണാനുള്ള ഒരു സാധ്യത എന്റെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യലില്ല. ടീമെന്നായാലും മൃഗങ്ങളിങ്ങനെ തൂക്കി പിടിച്ച് വിൽക്കലല്ല ഈ ബിസിനസ് എന്ന് പറഞ്ഞാല്. ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുക, ഓർഗനൈസേഷൻ വണ്ണിലും ടൂവിലും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ആ സമയത്താണ് നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരിക്കലും ഇത് വിറ്റുകൊണ്ട് നടക്കാനോ വിറ്റ് നടക്കുന്ന ഒരു ബിസിനസ്സോ അല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഹോം ഷോപ്പ് എടുത്തിട്ടായിരിക്കും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക. ഹോം ഷോപ്പ് എടുത്ത്, പുതിയ ആളുകളോട് പറയാനുള്ളത് ഹോം ഷോപ്പ് എടുത്ത് ബിസിനസ് തുടങ്ങുക. നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് ശേഷം അവർക്ക് ബിസിനസ് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം അവർക്കും ഹോം ഷോപ്പ് എടുക്കാനും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കും എക്സോർ ആവുന്ന സമയത്തേക്കും നമ്മൾ പറഞ്ഞ C1 C2 C3 എന്ന് പറഞ്ഞിട്ടുള്ള DTC റാങ്കിലോട്ടൊക്കെ എത്താൻ വേണ്ടി പറ്റും. ഇപ്പൊ എക്സോറെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇപ്പൊ എല്ലാവരും ആ ഒരു ഓട്ടം നടത്തുന്നുണ്ടാവാം. അപ്പൊ പുതിയ ആളുകളിലോട്ടും എക്സോറിന്റെ കാര്യങ്ങൾ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് നമ്മളെ ടീം വെച്ച് തരുന്ന എക്സോറ 2026. അപ്പൊ നമുക്ക് എല്ലാവർക്കും, പിന്നെ നമ്മുടെ ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗ്രോത്ത് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സ്പെഷ്യലി റാങ്ക് ഉണ്ട് അല്ലെ. ബ്രോൺസും സിൽവറും സ്റ്റാറും ഒന്നും എല്ലാ ടീമിലും ഇല്ല. AIGക്ക് മാത്രമുള്ള റാങ്കുകളാണ് ബ്രോൺസും സിൽവറും സ്റ്റാറും റൂബിയും കോർഡിനേറ്ററും. അപ്പൊ ഇതെല്ലാം ഈ സ്റ്റെപ്പുകൾ 5 സ്റ്റെപ്പ് നമ്മൾ ചവിട്ടി കയറുന്നതോടാണ് നമ്മൾ ശരിക്കും ഒരു കമ്പനിയിൽ എത്തുന്നത്. ടീം കോർഡിനേറ്ററായി നമ്മൾ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് നമുക്ക് 3 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്കും ഒരു സന്തോഷമാണ്. ശരിക്കും നമ്മളെ ബിസിനസ് അപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എത്താത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ ടീം കോർഡിനേറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് പെട്ടെന്ന് തന്നെ ഇടുക. എന്ന് പറഞ്ഞാല് കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ നമ്മളെ ഓർഗനൈസേഷൻ 1ലും 2ലും ഐഡിയ അടിച്ചിട്ട് ഹോം ഷോപ്പ് എടുപ്പിക്കുമ്പോഴേക്കും നമ്മൾ ടീം കോർഡിനേറ്റർ ആവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10 മാസം എടുത്തിട്ടുണ്ട് ടീം കോർഡിനേറ്റർ ആകാൻ. അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സമയത്ത് എനിക്ക് പുറത്തിറങ്ങാൻ, ചെറിയ കുട്ടിയല്ലേ, ഓന് പാല് കുടിക്കുന്ന സമയത്ത് അതിനനുസരിച്ചൊക്കെ അല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അത് എന്റെ വീട്ടിൽ വരുമ്പോൾ മാത്രമായിരുന്നു ഞാൻ അന്ന് ഫുള്ളായിട്ട് ബിസിനസ് ചെയ്തിരുന്നത്. ഉമ്മന്റെയും വാപ്പന്റെയും അടുത്ത് വെച്ച് പോയിട്ട് മാത്രം അങ്ങനെ വർക്ക് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമാണ് അന്ന് ഞാൻ 10 മാസം കൊണ്ട് ടീം കോർഡിനേറ്റർ പിടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 4 മാസം കൊണ്ട് ATCയും, അടുത്ത 4 മാസം കൊണ്ട് DTCയും, പിന്നെ ഒരു 8 മാസം കൊണ്ട് ZTCയും, അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസേ എടുത്തിട്ടുള്ളൂ STC ആവാൻ. അത് ഞങ്ങൾ ശ്രീജ മാഡത്തിന്റെ സീലിംഗിന് വേണ്ടി ഞങ്ങൾ അഹോരാത്രം പരിശ്രമിച്ചതിന്റെ ഒരു ഫലമായിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് STC ആയിപ്പോയതാ. അല്ലെങ്കിൽ ശരിക്കും ഈ സമയമൊക്കെ ആവുമായിരുന്നു STC ആവാൻ. അപ്പോ അതെന്ന് പറഞ്ഞാൽ നമ്മള് ടീമാണല്ലോ, എല്ലാവരും കൂടി എടുക്കുന്ന ഒരു എഫേർട്ട് ആവുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ കമ്പനി മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടു. മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ വന്നേരം അറിഞ്ഞതെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ട് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ട്. മറ്റുള്ള കമ്പനിയിലൊക്കെ പ്ലാനിന് പ്രശ്നം, പ്രൊഡക്റ്റിന് പ്രശ്നം, റിസൾട്ടുകൾക്ക് പ്രശ്നം, പ്രൊഡക്റ്റിന്റെ എണ്ണം, പ്രൊഡക്റ്റിന്റെ റേറ്റ്, ഇങ്ങനെ തുടങ്ങി പല പല പ്രശ്നങ്ങളാണ്. നമുക്ക് ഏറ്റവും ചെറിയ, നമുക്ക് 75 രൂപ മുതൽ അല്ല 22 രൂപ മുതൽക്ക് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട് കമ്പനി ഇറക്കുന്നത് അല്ലെ. G75 75 രൂപ മുതൽ അത്രയും ചെറിയ റേറ്റിന്റെ പ്രൊഡക്റ്റ് മുതൽക്ക് നമുക്ക് കിട്ടാനുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും വില കൂടിയ പ്രൊഡക്റ്റ് ആണ് നമ്മൾ 35 3180 രൂപക്ക് നമുക്ക് കമ്പനി ആ പ്രൊഡക്റ്റും തരുന്നുണ്ട്. അപ്പൊ ഇത്രയും, പിന്നെ നമുക്ക് MI DigiWorld ഒക്കെ ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റുകൾ ഈ ഒരു പൈസന്റെ പരിധിയിൽ എന്ന് വെച്ചാൽ ഇത്രയും ഈ ഒരു ബൗണ്ടറിയിൽ വരുന്ന
പ്രൊഡക്റ്റുകളേ ഉള്ളൂ. അപ്പൊ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനും കൊടുക്കാനും പിന്നെ കൊടുക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടുന്ന അൽഹംദുലില്ലാഹ് എന്താ പറയാ നമ്മളെ ടീമിലായാലും നമ്മളായാലും നേരിട്ട് കൊടുത്തായാലും എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പരിചയപ്പെടുത്താൻ പറ്റും. അപ്പൊ എനിക്ക് തുടക്കക്കാരോട് പറയാനുള്ളത് എക്സോർ ആകുമ്പോഴേക്കും ഇത്രയും പെട്ടെന്ന് DTC പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാന് എക്സോർ ആകുമ്പോഴേക്കും എല്ലാവരും ഓരോ ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ STC ആയിട്ടേ ഉള്ളൂ. RTC ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നല്ലാണ്ട് എത്തുമോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അസോസിയേറ്റുകളാ നമ്മൾ റാങ്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കുള്ളത് പഠിച്ചോൻ തന്നോളൂ. അതല്ലേ നമുക്കുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. അതാണ് നമ്മുടെ കമ്പനീന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് എല്ലാരും ശ്രമിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് എക്സോർ ആകുമ്പോഴേക്കും ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്നേക്കാളും എന്റെ കൂടെ വന്ന എന്റെ ലെഫ്റ്റിലും റൈറ്റിലും വന്ന രണ്ടുപേരെയും ഇന്ന സ്ഥാനത്ത് എത്തിക്കണം, അല്ലെ എന്നെ റാങ്കിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ടീമിൽ ഒരുപാട് തവണ ഈ സൂമിൽ വന്നിട്ടുണ്ട്. എന്റെ ഈ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ബിസിനസ്സാ. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് സാലറി എന്ന് വെച്ചാല് നമ്മളൊരു എംപ്ലോയി ആയിട്ടാ പോവാ. എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി അവർക്ക് വേണ്ടി പണിയെടുത്തു കഴിഞ്ഞാൽ അവര് തരുന്ന ഒരു സാലറി, ഫിക്സ്ഡ് സാലറി. പക്ഷെ ഇത് നമുക്ക് റിസ്കും ഇല്ല, നമ്മുടെ കൂടെ വരുന്നവർക്കും നമ്മൾക്കും ഉള്ള ഇൻകം അത് ബിസിനസിന്റെ പ്രോഫിറ്റ് ആയിട്ട് പെർസെന്റേജ് ആയിട്ട് കമ്പനി തരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ട്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഏരിയയിൽ നിന്ന് വന്നിട്ട് എന്ന് വെച്ചാൽ നല്ല നല്ല വരുമാനം കിട്ടുന്ന ഏരിയയിൽ നിന്ന് വന്ന് ഇന്ന് ഈ ബിസിനസ് അവസരം ഏറ്റെടുത്തവര് ഈ സൂമിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തുടക്കക്കാരോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ എന്താ പറയാ എല്ലാ മേഖലയിൽ നിന്നും പ്രൈവറ്റ് കമ്പനികളിൽ നിന്നായാലും അല്ലെങ്കിൽ പ്രവാസ ലോകത്തു നിന്നായാലും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ആളുകളും ഇന്ന് നമ്മുടെ എല്ലാം ടീമിലുണ്ട്. അപ്പൊ ഈ എല്ലാവരും ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ പ്ലാൻ മനസ്സിലായിട്ട് ഇതിനെ കുറ്റം പറയുന്ന ആരും ഈ പ്ലാൻ കൃത്യമായിട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ നല്ലൊരു സപ്പോർട്ടോട് കൂടിയാണ് ഞാനും ഈ ബിസിനസ് ഏറ്റെടുത്ത് ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും മോനെ ഈ കൊല്ലം LKG സ്കൂളിൽ ചേർത്തണം. അപ്പൊ അത് കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ ഒരു ടൈം ഫ്രീഡം എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോ നിങ്ങളെല്ലാരും ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയി എനിക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രാരാബ്ദങ്ങൾ അല്ലെ പ്രശ്നങ്ങളോ അല്ലെ കുട്ടികളോ അല്ലെ ഭക്ഷണം ഉണ്ടാകാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ശരിക്കും നമ്മള് എന്നും ഹസ്ബൻഡിന്റെ ഈ കുടക്കീഴിൽ അല്ലെ അവർക്ക് കിട്ടുന്ന വരുമാനം മാത്രം അതിൽ നിന്നൊരു ഷെയർ പറ്റി ജീവിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടേതായ 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും, അതിൻ്റെതായ ഒരു ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെറുതെയെങ്കിലും നമ്മളിങ്ങനെ ടൗണിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങാടിങ്കിലും ഒരു ടൗണിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് ഉഷാറാക്കി വാങ്ങിക്കൂടെ? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതല്ലേ അന്നേരം ഫോൺ ചെയ്യണ്ടേ, എനിക്ക് ഇത് വേണം, അപ്പൊ അതിന് ഇത്ര രൂപ വേണോ, എന്നാ അത് ഗൂഗിൾ പേ ചെയ്യണം. ഇത് ചോദിച്ച് പറഞ്ഞ് വാങ്ങണ്ടേ? ഇത് ഞാൻ എത്രയോ ബാഗും അതും ഇതും എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടലുണ്ട് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതിനുള്ള ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ശരിക്കും മൈ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് കിട്ടിയതാ. പിന്നെ എന്റെ കൃത്യമായിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ TC ആയ സമയത്ത് ഞാനൊരു ആക്ടിവ 125 വാങ്ങിയിട്ടുണ്ട്. 1,15,000 ഒരു ആക്ടിവ 125 വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു DTC ആയ സമയത്ത് ഞാനൊരു ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സാംസങ്ങിന്റെ 30,000 ഒരു ടാബ്ലറ്റ് വാങ്ങി. ലോയൽറ്റി ബോണസ് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ അടവടച്ച് തീർത്ത് എന്റെ സ്വന്തമാക്കി. പിന്നീട് ഞാൻ ZTC എന്റെ ഈ ഫോൺ വാങ്ങിക്കുന്നത്. ഗാലക്സി S24 Ultra ആണ്. ഇത് ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയ ഞാന്. എല്ലാരും ചോദിക്കും ഇതിന് അടവുണ്ടോ തിരിവുണ്ടോ? അടവും തിരിവൊന്നും ചെയ്തിട്ടില്ല. മൈ ലൈഫ് തന്ന പൈസ കൊടുത്തിട്ടാണ് സത്യമായിട്ട് ഈ ഫോൺ വാങ്ങിച്ചത്, ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതല്ല.
അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നോണ്ടാ. അപ്പൊ നിങ്ങൾ സാധാരണക്കാരികളായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഓള് ബിടെക് അല്ലേ, ഓൾക്ക് പറ്റും, ഞാൻ പഴയ 10ാം ക്ലാസ് ആണ് എനിക്ക് പറ്റൂല എന്ന് വിചാരിക്കേണ്ട. എന്റെ ടീമിലൊക്കെ ഉള്ള ഒരുവിധ എല്ലാവരും അങ്ങനെയുള്ള ആളുകൾ, എന്റെ ലീഡേഴ്സ് ആയാലും അസോസിയേറ്റ്സ് ആയാലും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമ്മൾ പ്രവർത്തിക്കാൻ റെഡിയാണോ, നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ, എനിക്ക് രക്ഷപ്പെടണോ, എന്റെ കയ്യിൽ ഞാൻ എന്റേതായ 10 രൂപ വേണം, അതല്ല എനിക്ക് എന്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മനസ്സിലാവും ചെറിയ വരുമാനമല്ല, ഇത് വലിയൊരു ഫ്യൂച്ചറുള്ള ഒരു സ്കോപ്പുള്ള കടലിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടുന്ന് സ്പൂൺ കൊണ്ട് കോരിയെടുക്കുകയും ചെയ്യാം, ബക്കറ്റും മറ്റേ മഗ്ഗൊക്കെ വെച്ചിട്ട് എടുക്കുക, അതല്ലെങ്കിൽ മോട്ടർ വെച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മോട്ടോർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള ഇവിടെ വന്ന് നമ്മളൊരു ടീം കോർഡിനേറ്റർ ആകുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യില്ലേ, ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ചെറിയ റാങ്കിലുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഇതുണ്ടാവില്ല. ഇതില് ഈ ഒരാഴ്ച അല്ലെ വിൽക്കുമ്പം ഒരു വേസ്റ്റ് വിറ്റാൽ ഇത്ര രൂപ കിട്ടും, അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതിലുപരി ഒരാഴ്ച വരുമാനവും കൂടെ കിട്ടും എന്നുള്ള അറിയാൻ മതിയാവും. പക്ഷെ എങ്കിൽ പിന്നെ ഒരു DTC ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാസവരുമാനം കിട്ടുമെന്ന് ചിലർക്കെങ്കിലും അറിയും. പക്ഷെ അതിനെയും അപ്പുറം റാങ്കിങ് എന്ന് പറഞ്ഞിട്ടും കമ്പനി വേറെ വരുമാനം തരും നമുക്ക്. ട്രൈപോൾ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാ തരത്തിലും നമുക്ക് ഈ കമ്പനി തരാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. അപ്പൊ ഓരോ ക്രൈറ്റീരിയകളും നമ്മൾ റെഡി ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ജോലി. അപ്പൊ ഇനി എക്സോർ ആകുമ്പോഴേക്കും നമുക്ക് മാക്സിമം എത്തിപ്പിടിക്കാൻ പറ്റുന്ന അച്ചീവ്മെന്റുകളൊക്കെ എത്തിപ്പിടിക്കുക, ടീമിനെ കൊണ്ട് ടീമിൽ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കും അവിടെ ബെന്നി സാറ് പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ ഒളിച്ചു വരാനാണോ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നല്ലോണം ആളുകൾ കാണും പോലെ വരാനാണോ എന്ന് വെച്ചാല്, നമുക്ക് അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒളിച്ചു പോകേണ്ടി വരും, കാരണം ആരെയും കണ്ടാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതല്ല, നമുക്ക് തല ഉയർത്തി പിടിച്ച് പോകണമെങ്കിൽ നമ്മുടെ ടീമിൽ കുറച്ച് അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടാവും, അതിൻ്റെതായ ഒരു അഭിമാനം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്യുകയും അതിനുള്ളൊരു എഫേർട്ട് എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ് മേഖലയിലാണ് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നമ്മള് ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഒരു TC ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ള എന്താ വെച്ചാല്, നിങ്ങൾ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഏജിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറ്റും, നമുക്ക് അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കാനും പറ്റും. എന്ന് വെച്ചാല് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഹോം മീറ്റിങ്ങും ടീം മീറ്റിങ്ങും പിന്നെ നമ്മളെ GTS, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്ക് ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ലീഡർ ഒരു സ്റ്റാർ എൻ്റെ ബോക്ക് വിളിച്ചാൽ അന്ന് നിങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടാവും, എനിക്കറിയാം, എന്റെ ടീമിലൊക്കെ ഉള്ളല്ലേ സ്റ്റാർ. അപ്പൊ അന്ന് അങ്ങനെ നമ്മൾ ഈ കല്യാണത്തിനേക്കാൾ പ്രോഗ്രാമിനേക്കാളിലൊക്കെ ഒന്ന് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ബിസിനസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കാം. പിന്നെ GTS, നമ്മുടെ NTC അപ്പോ ക്യാഷ് കൊടുത്തിട്ടാണ് കാലിക്കറ്റ് GTS നടത്തുന്നത്. ഫ്രീ ആണ് എൻട്രി. അപ്പൊ ഈ ആളുകളെയും കൂടി ഇനി അവിടെ പോയിട്ട് പൈസ കൊടുക്കണ്ട, അതുകൊണ്ട് ആളെ കൂട്ടണ്ട എന്ന് വിചാരിക്കേണ്ട. ശരിക്കും ഈ NTCകൾ ചെറിയ റാങ്കിലുള്ള കാലത്ത് പലർക്കും എൻട്രി ഫീസ് കൊടുത്ത് ആണ് അവിടെ ആളെത്തിച്ചത്. ഇന്നും അവരാണ് നമുക്ക് കൂടെ ഉള്ള എൻട്രി ഫീസ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഫ്രീ ആയിട്ടുള്ള ആ ഒരു GTSലോട്ട് ആളുകളെ എത്തിച്ച് നമ്മുടെ പ്ലാനും പ്രൊഡക്റ്റും നമ്മുടെ ബിസിനസ് അവസരം ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുത്തണം. എന്നുവെച്ചാൽ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മൾ ശരിക്കും പ്രൊഡക്റ്റ് അല്ല സെയിൽ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റിയും വിൽക്കാം, പ്രൊഡക്റ്റും വിൽക്കാം. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് റാങ്ക് ചേഞ്ച് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് ഇതിൽ ഉയർന്നു വരാൻ പറ്റുന്നത്. പ്രൊഡക്റ്റ് മാത്രം വിൽക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും നമുക്ക് സ്വന്തമായിട്ട് വിറ്റ് വാങ്ങി അതിന്റെ പിന്നെ അത് റീപർച്ചേസ് ചെയ്ത് എടുക്കുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി സെല്ലിങ് നിങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റാങ്ക് ചേഞ്ച് ചെയ്യാനും ടീമിനെ ബിൽഡ് ചെയ്യാനും പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പിന്നെ നിങ്ങൾ ഈ GTS ഒക്കെ എടുക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സ്റ്റേജിൽ കയറി ഒന്ന് പേരും സ്ഥലവും ഒക്കെ പറയാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാനൊക്കെ ആദ്യമായിട്ട് ശരിക്കും സംസാരിക്കാൻ ഉള്ള ഒരു കറേജ് തന്നത് ഈ Zoom മീറ്റിംഗ്. രാവിലത്തെ Zoom മീറ്റിംഗിൽ കൃത്യമായിട്ട് കയറിയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിൽ മോനെ വേഗം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും പാലൊക്കെ കൊടുത്ത് ഞാൻ ഉറക്കിയിട്ട് ഈ Zoom വന്നിരിക്കുകയായിരുന്നു, ഇതെന്താണെന്നറിയാൻ. കാരണം അന്ന് ഇതെന്താണെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശം. പക്ഷെ ഇപ്പോഴും ഞാൻ Zoom കയറാറുണ്ട് കേട്ടോ.
അപ്പൊ അവിടെ വന്ന് നമ്മുടെ നിങ്ങൾ എല്ലാരും അറിയും താടിയുള്ള പ്രബീ സാറില്ലേ, പ്രബീ സാറ് സംസാരിച്ചോ, പറഞ്ഞോ, ഇവിടെ ആരും കേൾക്കാനില്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു ധൈര്യം തന്നിട്ടാണ് ശരിക്കും അന്ന് സംസാരിക്കാനൊക്കെ പഠിച്ചത് പ്രബീ സാറാണ്. പ്രബീ സാർ എന്നെ സ്റ്റാർട്ടിങ് മുതലേ കാണുന്നു, എന്റെ വളർച്ചയിൽ ശരിക്കും എന്നെ ഹെൽപ്പ് ഒക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ പ്രവീൺ സാർ ഇങ്ങനെ പറയുന്ന അത് കേട്ട് സംസാരിക്കാൻ പഠിച്ചു. അതേപോലെ നിങ്ങൾ എല്ലാവരും ഈ സൂമിൽ വന്ന് MC എടുക്കാനും ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ധൈര്യം വരും. അങ്ങനെയാണ് ഇപ്പൊ സ്റ്റേജിലൊക്കെ കയറി കുറച്ച് കാര്യങ്ങളെങ്കിലും പറയാൻ പഠിക്കുക. പിന്നെ GTS എടുക്കൽ, GTS എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. കാരണം നമുക്ക് ഒരു ബിസിനസിനെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് GTS. അപ്പൊ നമ്മളായിട്ട് ഒരു GTS എടുക്കുക എന്ന് പറയുമ്പോൾ എന്റെ ലീഡർ GTS എടുക്കുന്നവർക്ക് തോന്നിയ, അപ്പോ GTS എടുക്കുന്ന നമ്മളെല്ലാം പഠിക്കണ്ടേ. ആദ്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അസോസിയേറ്റും പഠിക്കും. നമ്മൾ ഇതെല്ലാം പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മൾ അസോസിയേറ്റ് പഠിക്കൂല. ഒരു പറയും ആദ്യം ലീഡർ പഠിക്കട്ടെ, ലീഡർ ചെയ്യട്ടെ, ചെയ്യുന്നില്ലല്ലോ എന്നിട്ടല്ലേ ഞാൻ എന്നുള്ള ഒരു തോന്നലുണ്ടാവും നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്ക്. ഇപ്പൊ ചിലരോട് അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിക്കും ഓരോരുത്തരും സ്വന്തം ബിസിനസ്സായി ഏറ്റെടുക്കുക, സ്വന്തമായിട്ട് പഠിക്കുക. ഇത് എന്റെ ബിസിനസ്സാണ്, ഇതൊരിക്കലും ഞാൻ ഇന്നലെയും പറഞ്ഞത് മാലതി മഠത്തിന്റെയോ ഓസ്മാൻ മഠത്തിന്റെയോ ഭവനേശ് സാറിന്റെയോ ശ്രീജ മഠത്തിന്റെയോ ബിസിനസ് അല്ല, പറവിന്റെ ബിസിനസ്സാണ് പറയും ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും തന്റേതായ ബിസിനസ് എന്നുവെച്ചാൽ ഞാൻ എന്റെ ടീമിനെ ഞാൻ നോക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ സ്വന്തം ടീമിന് ടീം മീറ്റിംഗ് വെച്ച് കൊടുക്കുക, എന്നിട്ട് അവിടെ എല്ലാവരെയും വിളിച്ച് ക്ഷണിച്ച് എത്തിക്കുക, പിന്നെ ബാക്കിയുള്ള ട്രെയിനിങ്ങൾക്ക് വിളിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടീമിനെ പെട്ടെന്ന് ഇലാബറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് അങ്ങനെ ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്ത് വലിയൊരു സംഭവമായിട്ടുള്ള ആളൊന്നല്ല. എന്റെ ചെറിയ അറിവുകൾ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ പുതിയ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ.